അവർ അംഗീകരിച്ചു. ഈ സെൻറ്റൻസ് കാണുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞു പോയ കാര്യമാണ്, പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്. അംഗീകരിക്കുക എന്നുള്ളതിന് അക്സെപ്റ്റ് എന്നാണ്. വേറെ വാക്കുകൾ ഉണ്ട് സിമിലറായിട്ട്. നമുക്കിപ്പോൾ അക്സെപ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് അവർ എന്നുള്ള പ്രോനൗൺ വരുന്നുണ്ട്, അവർ അഥവാ ദേ. അംഗീകരിക്കുക എന്നുള്ള വേർബും വരുന്നുണ്ട്. വേറെ എന്തൊക്കെയാണ് ഈ സെൻറ്റൻസ് വരുന്നത്? ഇത് ഏത് ഫോമിലുള്ളതാണ്? പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണിത്. സിമ്പിൾ പാസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത്? വേർബിൻ്റെ സെക്കൻഡ് ഫോം, രണ്ടാമത്തെ ഫോം. ഇവിടെ അക്സെപ്റ്റ് ആണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഫോം അക്സെപ്റ്റഡ്. ഇപ്പോൾ ഫോൾ ആണെങ്കിൽ ഫെൽ എന്ന് വരും, ക്രൈ ആണെങ്കിൽ ക്രൈഡ് എന്ന് പറയും, സ്പീക്ക് ആണെങ്കിൽ സ്പോക്ക് എന്ന് വരും. അത് നമ്മൾ ബൈ ഹാർട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം, ഓരോ വേർബിൻ്റെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫോം. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വന്നു? ദേ അക്സെപ്റ്റഡ്. വളരെ സിമ്പിളാണ്. ആ രണ്ട് വാക്കുകൾ എടുത്ത് വെച്ചാൽ മതി, വേർബിൻ്റെ പാസ്റ്റ് ഫോമും. സുമേഷ് ഭക്ഷണം ഉണ്ടാക്കി. സുമേഷ് ഭക്ഷണം ഉണ്ടാക്കി. ഇതിനകത്ത് ഇതും രണ്ട് കാര്യങ്ങളെ വരുന്നുള്ളൂ. സുമേഷ് എന്നുള്ള നൗണും ഉണ്ടാക്കുക അല്ലെങ്കിൽ കുക്ക് ചെയ്യുക എന്നുള്ള വേർബും. ഇതും സിമ്പിൾ പാസ്റ്റ് തന്നെയാണ്. ഇവിടെ വേർബിൻ്റെ രണ്ടാമത്തെ ഫോം ഏതാ? നമ്മൾ ഈ സെൻറ്റൻസുകളിലൊക്കെ ഇ ഡി അല്ലെങ്കിൽ ഡി വന്ന് തീരുന്ന ഉദാഹരണം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കുക്ക്ഡ്. സുമേഷ് കുക്ക്ഡ് ഫുഡ്. ഫുഡ് എന്നുള്ള നൗണും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. സുമേഷ് കുക്ക്ഡ് ഫുഡ്. ഞാൻ കതക് അടച്ചു. ഞാൻ കതക് അടച്ചു. അതും സിമ്പിൾ പാസ്റ്റാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഞാൻ എന്നുള്ള പ്രോനൗണുണ്ട്, ഡോർ എന്നുള്ള നൗണുണ്ട്, അടയ്ക്കുക അല്ലെങ്കിൽ ക്ലോസ് എന്നുള്ള വേർബും വരുന്നുണ്ട്. ഈ സെൻറ്റൻസും വരുന്നത് ഏത് ടെൻസിലാണെന്ന് നമുക്കറിയാം. അതിനോടുകൂടി ഒരു കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം. കതക് അടച്ചു എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ കതകാണ് എന്നുള്ള അർത്ഥത്തിൽ ദ ഡോർ എന്നായിരിക്കും നമ്മൾ പറയുക. സെൻറ്റൻസ് അപ്പോൾ ദ വരുന്നത് എന്താണ്? ആർട്ടിക്കിളാണ്. സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഫോം എടുക്കുക. ക്ലോസിൻ്റെ സെക്കൻഡ് ഫോം എന്താണ്? നമുക്കറിയാം, ഡി ചേർത്താൽ മതി. ക്ലോസ്ഡ്. ഐ ക്ലോസ്ഡ് ദ ഡോർ. അത്രയേ ഉള്ളൂ.